السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കമൻറ്റുകളിലൂടെയൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് നാമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റമളാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഓരോ റമളാൻ കടന്നു വരുമ്പോഴും വെള്ളിയാഴ്ചകൾ കടന്നു വരുന്ന സമയത്തും നമ്മുടെയൊക്കെ ആഗ്രഹം ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്, അതൊക്കെ ജീവിതത്തിൽ നിന്നും മായ്ച്ചു കളയണമെന്നാണ്. തീർച്ചയായും അതിനൊക്കെ പരിഹാരമാണ് ഓരോ റമളാനും വെള്ളിയാഴ്ചയുമൊക്കെ. പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്, അസ്സലവാത്തുൽ ഖംസു, 5 വക്ത് നിസ്കാരങ്ങൾ, ളുഹർ മുതൽ അസർ, അസർ മുതൽ മഗ്രിബ്, അങ്ങനെ 5 വക്ത് നിസ്കാരങ്ങൾ. വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. വ റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മാസം മുതൽ അടുത്ത റമളാൻ വരെ. മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, അവകൾക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ്. ഇദ ജതുനിബത്തുൽ കബായിർ, വലിയ തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയ തെറ്റുകളൊക്കെ ഓരോ റമളാനിൻ്റെ ഇടയിലും അല്ലാഹു പുറത്തു തരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ വളരെ വലിയ മഹത്വമുള്ള ഒരു സൂറത്തുണ്ട്. വലിയ സൂറത്തൊന്നുമല്ല, അവസാന ജുസിലെ ചെറിയൊരു സൂറത്താണത്. ആ സൂറത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ പാപങ്ങളും മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, വലിയ പാപങ്ങൾ പോലും ലഘൂകരിക്കാൻ കാരണമാകുന്നൊരു സൂറത്താണ് അത് എന്നാണ്. വിശുദ്ധ റമളാനിലെ ദിനരാത്രങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ്. നമുക്ക് കാണാതെ പഠിക്കാനും പറ്റും. വളരെ രസകരമായ ആയത്തുകളുള്ള, നല്ല ശൈലിയിൽ ഓതാൻ പറ്റുന്ന, പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്ന ഒരു സൂറത്താണത്. ആരെങ്കിലും ഈ സൂറത്ത് പതിവാക്കിയാൽ അത് മാത്രവുമല്ല നേട്ടം. സഖാഹുല്ലാഹു ബർദ ശറാബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മഹ്ശറ വൻസബയിൽ കഠിനമായി ചൂടനുഭവപ്പെടുന്ന സമയത്ത്, നമ്മുടെ ഭൂമിയിലൊക്കെ ഇപ്പോൾ വളരെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കൊക്കെ ഒരു ഫാനില്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ, കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ വിയർത്തൊലിക്കും. കാരണമെന്ത്? എത്രയോ മൈലുകൾ അപ്പുറത്തു നിൽക്കുന്ന സൂര്യൻ്റെ ചൂട് താങ്ങാൻ നമ്മുടെ ശരീരത്തിന് കപ്പാസിറ്റി ഇല്ല എന്നതുകൊണ്ടാണ്. ഇതേ നമ്മളാണ് മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചാൺമീത സൂര്യനടുത്ത് നിൽക്കുമ്പോൾ, ചെമ്പിൻ്റെ തറ പോലത്തെ തറയിൽ നമ്മളൊക്കെ ഹിസാബിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് കഠിനമായ ദാഹം നമുക്ക് അനുഭവപ്പെടും. ഈ ദാഹത്തിൽ നിന്നും ശമിപ്പിക്കുന്ന രീതിയിൽ തണുത്ത ഒരു പാനീയം ഈ സൂറത്ത് ഓതുന്നവന് കുടിപ്പിക്കുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹിൻ്റെ റസൂൽ ഒരിക്കൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ഇന്നാലിന്ന സൂറത്തുകളൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് പഠിക്കുകയും വേണം. അതിൽപ്പെട്ട ഒരു സൂറത്താണ് ഈ സൂറത്ത്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൻ നബ എന്ന് പറയുന്ന, അമ്മ യതസാഅലൂന എന്നുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുൻ നബ, അവസാന ജുസിലെ ആദ്യത്തെ സൂറത്താണത്. ഈ സൂറത്ത് ആരെങ്കിലും പതിവായി പാരായണം ചെയ്താൽ പരലോകത്ത് അവന് കുടുങ്ങുകയില്ല. കാരണം ഇത് നബി തങ്ങൾ പറഞ്ഞു തന്നതാണ്. മൻ ഖറഅ സൂറത അമ്മ യതസാഅലൂൻ, ആരെങ്കിലും അമ്മ യതസാഅലൂൻ എന്ന് പറയുന്ന സൂറത്തുൻ നബ പാരായണം ചെയ്താൽ, റവാഹുല്ലാഹു ബർദ ശറാബി ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു തണുത്ത വെള്ളം അവനെ കുടിപ്പിക്കുമെന്ന് അള്ളാഹിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. വെറും 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ്. പ്രത്യേകിച്ച് റമളാനിലൊക്കെ നമുക്ക് കൂടുതൽ പാരായണം ചെയ്യാൻ പറ്റുന്നതാണ്. നബി തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ മുടിയൊക്കെ നിരക്കുന്നുണ്ടല്ലോ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ
അള്ളാഹിൻ്റെ റസൂല് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സിദ്ദീഖേ, മഹത്തായ ഒരു സൂറത്ത് എനിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ സൂറത്തിൻ്റെ അർത്ഥത്തെയും അതിൻ്റെ മഹത്വത്തെയും ആലോചിച്ചുകൊണ്ടാണ് എനിക്ക് നിരവന്നത് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സൂറത്ത് ഓതുന്നവൻ്റെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളും നമ്മൾ അരിപാറ്റുന്ന സമയത്ത് അരിയിൽ നിന്ന് പുഴുക്കുത്തുകൾ പോകുന്നത് പോലെ നമ്മുടെ തെറ്റുകളൊക്കെ ഈ സൂറത്ത് പതിവാക്കുമ്പോൾ അള്ളാഹു മായ്ച്ചു തരുന്നതാണ്. മാത്രവുമല്ല, നിരന്തരമായി നാം ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജും ഉംറയുമൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, മൻ ഖറഅ സൂറത അമ്മ യതസാഅലൂൻ, ആരെങ്കിലും അമ്മ യതസാഅലൂൻ എന്ന് പറയുന്ന സൂറത്തുൻ നബ പാരായണം ചെയ്താൽ ലം യഖ്റുജ് സനതഹു, അവൻ്റെ ഒരു വർഷം മുഴുവനായിട്ട് അവനത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇദാ കാന യദുംനുഹാ ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും അത് പതിവാക്കി കഴിഞ്ഞാൽ ഹത്താ യസൂറ ബൈത്തുല്ലാഹിൽ ഹറാമി ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വീട് കഅബ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അവനിക്ക് ലഭിക്കുമെന്ന് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും മഹത്വമുള്ള ഈ സൂറത്തുൻ നബ നമ്മൾ പാരായണം ചെയ്യുക. ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. അനുഗ്രഹങ്ങൾ അള്ളാഹു വാരിക്കോരി നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.